നേരം വെളുക്കുമ്പം ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തിന്റെ കൂടെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന. ആശുപത്രിയിലേക്ക് പരിശോധിച്ച സാധാരണ ഡോക്ടർ വേഗം തന്നെ കുറിപ്പെഴുതി പറയുന്നു, നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിച്ചോളൂ. മെഡിക്കൽ കോളേജിൽ വന്ന് ടെസ്റ്റ് ചെയ്തവനോട് വീണ്ടും ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നു, പേടിക്കാനൊന്നുമില്ല, ഞാനൊരു 4-5 ബ്ലഡ് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്, ബേജാറാവൊന്നും വേണ്ട, ഒരു സംശയം ഒന്ന് നോക്കട്ടെ, ഇത് മതി നിങ്ങളെയും ജീവിതത്തിന്റെ സർവ്വ സന്തോഷവും അവസാനിക്കാൻ. റിസൾട്ട് കയ്യിൽ കിട്ടുന്നത് വരെ കണ്ണുനീരോടുകൂടി ഹൃദയം നുറുങ്ങി നമ്മൾ സങ്കടപ്പെടാൻ. അതുകൊണ്ട് 2 അക്ഷരം കൊണ്ട് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മഹാപാത വരച്ചു കാണിച്ച ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സ്നേഹസംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലുകളും പ്രവർത്തനങ്ങളും ഇതുകൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരുടെയെങ്കിലും കയ്യടികൾ കിട്ടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഈ ദുനിയാവിലെ ഒരു മോഹം മനസ്സിൽ വെച്ചുകൊണ്ടല്ല നമ്മളൊന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിങ്ങളെയും ഈ ലോകത്തേക്ക് നിശ്ചയിച്ചയച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മനസ്സമാധാനത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുൻപിൽ അപമാനിക്കപ്പെടാതെ റബ്ബിൻ്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കണം എന്ന നിയ്യത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. കാരണം ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത നിലക്ക് പലരുടെയും ജീവിതത്തിൽ മരണം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നേരം വെളുത്തപ്പോൾ പോലും ബഹുമാന്യനായ ഇസ്മായിൽ സാഹിബ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്കുത്തരം നൽകി നമ്മോട് യാത്ര ചോദിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ സമ്പാദിച്ച സമ്പത്തുകളോ നമ്മളുണ്ടാക്കിയ സൽപ്പേരോ നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മളുടെ സ്ഥാനമാനങ്ങളോ ഒന്നും ഒരിക്കലും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്താൻ സാധ്യമാകാത്തതാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും മിൻ അയ്യു ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണവും ആ മരണാനന്തര ലോകത്തുള്ള ജീവിതത്തെ പറ്റിയും മനോഹരമായിട്ടാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അല്ലാഹു ചോദിക്കുകയാ, മിൻ അയ്യു ഷൈഇൻ ഖലഖഹു, മനുഷ്യരെ നിങ്ങൾ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 42 കൊല്ലങ്ങൾക്ക് മുൻപ് ഞാനെന്ന ഒരു വ്യക്തിയെ പറ്റി ഈ ലോകം ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. 41 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വാപ്പയും ഉമ്മയും വിവാഹം കഴിച്ചു എന്നൊരു കാരണം മാത്രമല്ല എന്നെ അള്ളാഹു സൃഷ്ടിക്കാനുള്ള കാരണം, അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. മിൻ അയ്യു ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. പിതാവിന്റെ സ്രവിക്കപ്പെടുന്ന കോടാനുകോടി ബീജങ്ങളിൽ ഒരു ബീജത്തെ മാത്രം നിങ്ങളുടെ ഉമ്മയുടെ അണ്ടത്തോട് അള്ളിപ്പിടിപ്പിച്ച് രക്തപിണ്ഡമായി മാംസപിണ്ഡമായി എല്ലുകൾ നൽകി ജീവൻ നൽകി ഈ ഭൂലോകത്തേക്ക് സൃഷ്ടിച്ചയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു മറ്റൊരു ഭാഗത്ത് പറയുന്നു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, മനുഷ്യരെ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്. എത്രയേറെ ആവേശത്തോടെ നമ്മൾ ജീവിച്ചാലും ആ ജീവിതത്തിന്റെ അവസാനം പടച്ച റബ്ബിന്റെ മണ്ണിലേക്കാണെങ്കിൽ സുമ്മ അമാതഹു ഫഅഖ്ബറ, ഈ ഭൂലോകത്തുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിന്റെ മുൻപിലേക്ക് തന്നെ മടങ്ങുന്നുണ്ടെങ്കിൽ ആ ഖബറിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും കിടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാ മുൻഗാമികളായ പണ്ഡിതന്മാരും ഉലമാക്കളും പാടിപ്പറഞ്ഞതും വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. എൻ്റെ മുൻപിലിരിക്കുന്ന ഇത്രയും പേരോട് ഞാനൊന്ന് ചോദിക്കുക, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് പിൻഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ അറിയുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്.
ഒരുപക്ഷെ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കളിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് സജീവമായി പ്രവർത്തിച്ച ഇവരിൽ പലരെയും നമ്മൾ അറിയുമെങ്കിലും പടച്ച റബ്ബിന്റെ ഖബറിലേക്കുള്ള യാത്ര ഒറ്റക്കായിരിക്കും എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി തരുന്നു. അതിനുശേഷം റബ്ബിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ ഈ ഭൂലോകത്ത് നൽകപ്പെട്ട സർവ്വ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കുമ്പോൾ ആ റബ്ബിന്റെ മുൻപിൽ ഒരിക്കൽ പോലും തലകുനിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകരുത് എന്നൊരു നിയ്യത്തും ചിന്തയുമാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ ഇടപെടുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കാലം ഈ ഭൂലോകത്ത് ജീവിച്ചു എന്നതല്ല ചോദ്യം. ജീവിച്ച കാലം കൊണ്ട് നമുക്ക് എത്രത്തോളം അള്ളാഹുവിന്റെ അരികിലേക്കുള്ളത് സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്ത് ഏതൊരു മുസ്ലിമിന്റെയും മനസ്സ് തേങ്ങുന്നൊരു ചരിത്രമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ദഅവത്ത് ആരംഭിക്കുന്ന കാലത്ത് ആ മക്കയിൽ ഏറ്റവും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അവൻ ദിവസം 4-5 നേരം ശരീരത്തിൽ വസ്ത്രം മാറും. അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി മക്കയിലെ കുലീനകളായ കുടുംബത്തിലെ സ്ത്രീകൾ പോലും മക്കയിലെ തെരുവിൽ ഇങ്ങനെ കാത്തു നിന്നിരുന്നു ആ മനുഷ്യന്റെ ഒരു നോട്ടം കിട്ടാൻ. ശരീരത്തിൽ പുരട്ടുന്ന സുഗന്ധം അദ്ദേഹം നടന്നുപോയാലും മണിക്കൂറുകളോളം മക്കയിലെ തെരുവിൽ ഇങ്ങനെ വാസനിക്കും. ആ ചെറുപ്പക്കാരൻ അല്പകാലം മിണ്ടാതിരുന്നപ്പോ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കുന്നത് കണ്ട ഉമ്മ ചോദിച്ചു, മോനെ മിസ്അബേ, എന്താ നിനക്ക് പറ്റിയത്? മിസ്അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉമ്മ, നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദ് എന്ന പ്രവാചകന്റെ മതം അത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഉമ്മ. പരസ്പരം കൊന്നും കൊലവിളിച്ചും തമ്മിലടിച്ചും കൊന്നൊടുക്കപ്പെട്ടവന്റെ കൈകാലുകൾ കെട്ടിത്തൂക്കിയും ഒരൊട്ടകം വേലിക്കപ്പുറത്തുള്ള ഇലത്തുന്നതിന്റെ പേരിൽ 3 മാസത്തിലധികം യുദ്ധം ചെയ്തും ഓരോ വീട്ടിന്റെ മുൻപിലും ഓരോ സ്ത്രീകളെ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തുകയും ചെയ്തിരുന്ന കുടിയന്മാരും വലിയന്മാരും, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പുഴയൊഴുകിയിരുന്ന ആ കാലഘട്ടത്തിലെ മനുഷ്യരെ ദൈവീക ബോധത്തിലേക്ക് കൈപിടിച്ച ആ മുഹമ്മദ് എന്ന മനുഷ്യനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടുമ്മ. അത് കേട്ടപ്പം അതുവരെ തന്റെ മകനെ സ്നേഹിച്ചിരുന്ന മാതാവ് പറഞ്ഞു, ഇറങ്ങിക്കോ വീട്ടിന്ന്, ഒരു ചില്ലിക്കാശ് ഇനി ഉമ്മ നിനക്കായിട്ട് നൽകൂല. അന്നുടുത്തിരിക്കുന്ന ഉടുമുണ്ട് മാത്രമെടുത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ അരികിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ മദീനയിലേക്ക് ദഅവത്തിന് അയക്കുന്നുണ്ട്. മദീനയിലേക്ക് പോകുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തെ പറ്റി ഇസ്ലാമിക ലോകം പറയുന്നുണ്ട്, ആരോഗ്യ ദൃഢഗാത്രൻ, കാണാൻ സുന്ദരൻ. അങ്ങനെ മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോ മദീനത്തുള്ള കുറെ ശത്രുക്കൾ ഒരുമിച്ചുകൂടി ആ മദീനത്തെ ഒരു ഗുണ്ടയായ സഅദിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, സഅദേ, മുഹമ്മദിന്റെ ഒരു അനുയായി ഈ മദീനയിൽ വന്നിട്ടുണ്ട്, അവനെ മദീനത്ത് വെച്ച് കൊല്ലണം. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സഅദ് എന്ന ചെറുപ്പക്കാരൻ വിഷം പുരട്ടിയ ഒരു ചാട്ടുളിയുമായി മിസ്അബിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. പക്ഷെ മദീനയിലെ തെരുവിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരോടും വിശുദ്ധ ഖുർആനിനെ മുൻനിർത്തി സംസാരിക്കുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ആയത്ത് കേട്ടപ്പോ ഒരിക്കൽ പോലും ആ ചാട്ടുളി അദ്ദേഹത്തിന്റെ നേരെ എറിയാൻ സഅദ് ബിൻ മുആദിന് പറ്റുന്നില്ല. അവസാനം അദ്ദേഹം 3-ാമത്തെ ദിവസം ചാട്ടുളി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, മിസ്അബേ, ഇത്ര മനോഹരമാണ് പടച്ച റബ്ബിന്റെ മതമെങ്കിൽ, ദീനെങ്കിൽ എനിക്ക് ആ ദീനിനെ കുറിച്ചൊന്ന് പഠിക്കണം. അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഅദിന്റെ പ്രായം 30 വയസ്സാണ്. 35-ാമത്തെ വയസ്സിൽ സഅദ് ബിൻ മുആദ് മരണപ്പെടുന്നുണ്ട്, ഷഹീദാവുന്നുണ്ട്. ലോകത്തിന്റെ റസൂലുള്ളാന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ വയറിന് വെട്ടുകിട്ടി തന്റെ വയറുഭാഗമാകെ പിളർന്ന് രക്തം വാർന്നൊലിച്ച് വേദന കൊണ്ട് പടയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, സഅദേ, എന്ത് ചെയ്യണം? മദീന പള്ളിയോടൊന്ന് ചാരിക്കടത്തണം. മദീന പള്ളിയുടെ അരികിൽ ചാരിക്കടത്തിയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടെ കിടന്ന് മരിച്ചു പോവുക. ആ മരിച്ച മയ്യത്ത് കണ്ട്, ഷഹീദായ സഅദിന്റെ മയ്യത്ത് കണ്ട് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചു പൊട്ടി കണ്ണ് നിറഞ്ഞ് കരയുന്നുണ്ട്. കരയുന്ന സഹാബാക്കളോട് അള്ളാന്റെ ഹബീബ് അന്ന് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? ഒരാളും കരയരുത്. സഅദിന്റെ മരണ വാർത്ത കേട്ട് അള്ളാഹുവിന്റെ സിംഹാസനം പോലും ഒന്ന് പ്രകമ്പനം കൊണ്ടു. അതൊരു പ്രകമ്പനം കൊണ്ടു എന്ന അർത്ഥത്തിലല്ല. അവസാനം സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് മറമാടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മയ്യത്തും എടുത്ത് മണ്ണിലെത്തി.
6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു. അതിൻ്റെ മേലെ സ്ലേബ് പോലത്തെ സാധനം വെച്ചു. ഓരോരുത്തരും 3 പിടി മണ്ണ് വാരിയിട്ടു. ആ കബറിലേക്ക് നോക്കി തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ അതുവരെ ആകാശത്തേക്ക് നോക്കി കരഞ്ഞ അള്ളാന്റെ റസൂല് പെട്ടെന്ന് അങ്ങ് ചിരിക്കും. സഹാബക്കൾ ചോദിക്കും, നബിയെ നിങ്ങൾ എന്തിനാ ചിരിച്ച്? ഇതുവരെ കരഞ്ഞങ്ങൾ എന്തിനാ നബിയെ ചിരിച്ച്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്. ഏതൊരു മനുഷ്യൻ മരിച്ചാലും ആ മരിച്ച മനുഷ്യന്റെ മയ്യത്ത് കബറ് കൊണ്ടുവെക്കുമ്പോൾ ആ കബറിൽ നിന്നും അവനെ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ മലക്കുകളുടെ എണ്ണം അള്ളാഹു നിശ്ചയിക്കുന്നത് മരിച്ചവർ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ്. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ 1, 2, 10 മലക്കേ ഉണ്ടാവും. അവന്റെ ആയുസ് കൊണ്ട് അത്രേ അവൻ സമ്പാദിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ കബറിലേക്ക് ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്റെ സഅദിന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ അള്ളാഹു കബറിൽ ഒരുക്കി വെച്ചത് 70,000 മലക്കുകളെയാണ്. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്ന സഅദിനെ കണ്ടപ്പം ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയതാ സഹാബത്തെ. 30-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഷഹീദാവുന്നത്. 5 കൊല്ലം ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. 5 കൊല്ലം. 5 കൊല്ലം കൊണ്ട് 70,000 മലക്കുകളുടെ അകമ്പടി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ 10, 20, 25, 50 കൊല്ലം അള്ളാന്റെ ദുനിയാവിൽ ജീവിച്ചിട്ട് നാളെ പടച്ചോന്റെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പം അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ഒരു 25 മലക്കെങ്കിലും എന്തെങ്കിലും മയ്യത്ത് കൊണ്ടുപോകാനുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ പോലും നമുക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ ഈ ദുനിയാവിനെ ഏറ്റവും വഞ്ചനയോടെ സ്വീകരിച്ച ആളുകളായിട്ട് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, എന്തിനാ മനുഷ്യരെ ജീവിതം? ഈ ലോകത്തെ ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കുന്ന മാനേറിസ കൊട്ടാരങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ലോകത്തിന്റെ ഏതെങ്കിലും മുക്കമൂലകളിലേക്ക് ദുനിയാവിന്റെ പത്രാസും പവറും വാരിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്. പ്രത്യേകിച്ച് CH പ്രവർത്തനങ്ങളുമായി ഈ ഒരു സ്നേഹ സംഗമത്തിന് ഒരുമിച്ച് കൂടിയ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആത്മവിശ്വാസവും, ഇതൊക്കെ ആര് പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നമ്മളെ കളിയാക്കിയാലും, ആരുടെയൊക്കെ മുൻപിൽ കൈനീട്ടുമ്പം അവര് നമ്മളെ ഏതൊക്കെ അർത്ഥത്തിൽ കൊഞ്ഞനം കുത്തിയാലും, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു വാക്കുണ്ട്. എന്റെ മദീനത്തെ പള്ളിയിൽ 1 മാസം നിങ്ങൾ ഇത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സഹോദരന്റെ ഒരു പ്രയാസം നീങ്ങാൻ, എന്റെ സഹോദരന്റെ ഒരു ബുദ്ധിമുട്ട് നീങ്ങാൻ 1 സെക്കൻഡെങ്കിലും, 1 നിമിഷമെങ്കിലും അവന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നതാണ് എന്റെ മദീനത്തെ പള്ളിയിലെ 1 മാസത്തെ ഇത്തിക്കാഫിനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ നീക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ റബ്ബിന്റെ മഹ്ശറ ലോകത്ത് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ നിങ്ങളുടെ പാപങ്ങളും തെറ്റുകളും അള്ളാഹു മറച്ചു വെക്കുമെന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും വയുത്ഇമൂന ത്വആമ. പ്രിയപ്പെട്ടവരെ, ഓരോന്നിന്റെ പ്രവർത്തനത്തിന്റെയും വലുപ്പം നമുക്കറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാനൊക്കെ എൻ്റെ നിക്കാഹ് ഖുതുബകളിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. പലപ്പോഴും കല്യാണത്തിന്റെ പേരിൽ 1000ങ്ങളും 10,000ങ്ങളും പൊടിപൊടിച്ച് നശിപ്പിച്ചു കളയുമ്പോൾ ആ പൊടിപ്പിക്കപ്പെടുന്ന, പൊട്ടിത്തീരുന്ന ഓരോ രൂപയും ഒരു മനുഷ്യനും ഗുണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ലാളിത്യത്തോടെ നടത്താൻ പഠിപ്പിച്ച വിവാഹങ്ങൾ പോലും ഏറ്റവും ധൂർത്തിന്റെയും ആഡംബരത്തിന്റെയും വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടിത്തീരുന്ന പടകങ്ങളും ഗാനമേള ട്രൂപ്പുകളും തുടങ്ങി 5ഉം 6ഉം ദിവസം വരെ വിവാഹങ്ങൾ ആഭാസമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട്. വിവാഹങ്ങൾ പോലും ലളിതമാക്കണമെന്നും ആ ലാളിത്യം കൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്തുകൾ നിങ്ങളുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ
ഒരു പാവപ്പെട്ട സ്വഹാബി റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അൻസാരിയായ സഹാബിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ആ അൻസാരിയെ ചെന്ന് കാണ്, അവൻ നിന്നെ സഹായിക്കും. ഈ സ്വഹാബി അൻസാരിന്റെ വീട്ടിലെത്തി. ആ വീട്ടിൽ ചെന്നപ്പോ കാണുന്നത് എന്താന്ന് ചോദിച്ചാ, കത്തിത്തീരാറായ ഒരു മെഴുകുതിരി, അതിന്റെ അടിഭാഗം ഒരല്പം മാത്രമുള്ള അതിന്റെ അടിഭാഗം എടുത്ത് കളഞ്ഞതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യനോട് ഇങ്ങനെ ദേഷ്യപ്പെടുക, ഉപദേശിക്കുക. അത് കണ്ട സ്വഹാബി തിരിച്ചു വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അവൻ എന്നെ സഹായിക്കൂല, കാരണം പിശുക്കനാ, ഒന്നും തന്നിട്ടില്ല. മാത്രല്ല, ചോദിക്കുന്നതിന്റെ മുൻപേ അവന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. കത്തിത്തീരാറായ ഒരു മെഴുകുതിരി കളഞ്ഞതിന്റെ പേരിൽ ഭാര്യനെ ഉപദേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നീ ചെല്ല്, അവൻ എന്നെ സഹായിക്കും. 3 തവണയും തിരിച്ചു വന്ന ആ സ്വഹാബിനെയും കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിയും കൂട്ടിയിട്ട് ആ സ്വഹാബത്തിന്റെ വീട്ടിലെത്തി, അൻസാരിന്റെ വീട്ടിലെത്തി. എന്നിട്ട് ചോദിച്ചു, അൻസാരി, താങ്കളുടെ ഒരു സഹായം കിട്ടാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു ഞാൻ ഇവനെ. പക്ഷെ താങ്കൾ കത്തിത്തീരാറായ ഒരു മെഴുകുതിരിയുടെ കുറ്റിക്ക് വേണ്ടി ഭാര്യനെ ഉപദേശിക്കുന്നത് കേട്ട് താങ്കൾ പിശുക്കനാണ്, തരില്ല എന്ന് കരുതി തിരിച്ചു പോന്നതാണ് ഈ സ്വഹാബി. ഉടനെ അകത്ത് ചെന്ന് അല്പം നാണയങ്ങൾ എടുത്ത് ഈ സാധുവായ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ അൻസാരി പറയുന്ന ഒരു വാക്കുണ്ട്, സഹോദര, ഞാൻ നിന്നെ സഹായിക്കാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും ഞാൻ കണ്ടെത്തുന്ന പണം ഇതുപോലെ മിച്ചം പിടിച്ചിട്ടാ. കത്തിത്തീരാറായ ഒരു മെഴുകുതിരിയുടെ കുറ്റിയെടുത്ത് കളഞ്ഞതിനല്ല ഞാൻ അവളെ ശകാരിച്ചത്. ആ മെഴുകുതിരിയുടെ കുറ്റി എനിക്കൊരു ദിനം കൂടി കത്തിക്കാമായിരുന്നു. ആ കത്തിക്കുന്നത് കൊണ്ട് ഞാൻ മിച്ചം പിടിക്കുന്ന എന്റെ സമ്പാദ്യം കൊണ്ടാണ് സഹോദര നിന്നെയും നിന്നെപ്പോലെ പട്ടിണി കിടക്കുന്നവരെയും ഞാൻ സഹായിക്കുന്നതെന്ന് കണ്ണുനീരോടെ ആ സ്വഹാബി പറയുമ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയതിന്റെ പേരിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ഇരുന്നിട്ട് ആ സ്വഹാബി കരയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെലവാക്കുന്ന പണം അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അത് നാളെ പടച്ച റബ്ബിന്റെ ഖബറിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് സംരക്ഷണം ഒരുക്കും. എന്റെ പ്രിയപ്പെട്ട എന്റെ മുൻപിലിരിക്കുന്ന CH പ്രവർത്തകന്മാരോട്, ഈ റിലീഫിന്റെ പ്രവർത്തകന്മാരോട് മനസ്സ് തട്ടിയിട്ടാ ഞാൻ പറയുന്നത്, ഈ പ്രവർത്തനങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ ഖബറിലേക്ക് കിട്ടണം എന്ന പ്രതീക്ഷയോടെയാണെങ്കിൽ ഈ ചെലവഴിക്കപ്പെടുന്ന നിമിഷങ്ങളും അധ്വാനിക്കുന്ന അധ്വാനങ്ങളും പിരിച്ചെടുക്കുന്ന പണവും നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ താക്കോലുകളായി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖബറിൽ വെച്ച് തന്നെ കാണാൻ സാധിക്കും. അതല്ല തൻപോരിമയും ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയും ആളുകളെ അറിയിക്കാനുള്ള വ്യഗ്രതയും മറ്റേതെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുമാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എല്ലാം ധൂളികളായി നശിക്കുന്നത് കണ്ട് ആമിലത്തുൻ നാസിബ തസ്ലാ നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ടാരങ്ങളിലേക്ക് ഞാനും നിങ്ങളും പതിക്കാതിരിക്കണമെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ട പടച്ച റബ്ബിന്റെ യാത്രയിൽ അല്ലാഹുവിന്റെ മുൻപിൽ ഒരു കാപട്യവുമില്ലാതെ എനിക്കെന്റെ റബ്ബിനെ കൺകുളിർക്ക കണ്ടു നിൽക്കണം എന്ന നിയ്യത്താണെങ്കിൽ അവരെയാ അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, തീർച്ചയായും അവർ ചെലവാക്കുന്നതും കൊടുക്കുന്നതും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. നമ്മളെ ഓരോ നാട്ടിലും രോഗികൾ നമ്മളെ കാത്തിരിക്കുകയാ, അല്ലേ? ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു കഥയുണ്ട്. സഹാബാക്കളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുമ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ എത്തുമ്പം അള്ളാഹു ചിലരോട് ചില ചോദ്യം ചോദിക്കും. അവര് നമസ്കരിച്ചവരായിരിക്കും, അവര് നോമ്പനുഷ്ഠിച്ചവരായിരിക്കും, അവര് ഖുർആനുകൾ ഖതമുകൾ ഓതി തീർത്തവരായിരിക്കും, അവർ അള്ളാഹുവിന്റെ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്തവരായിരിക്കും. എന്നിട്ടും അവരോട് അള്ളാഹു വെറുപ്പോടെ ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ രോഗിയായി കിടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സംരക്ഷിക്കാനും സഹായിക്കാനും വന്നില്ല? അത്ഭുതത്തോടെ ഈ അടിമകൾ തിരിച്ചു ചോദിക്കും, യാ റബ്ബ് അൻത മരീദ്, റബ്ബേ നീ രോഗിയാവുകയോ? നിനക്കെങ്ങനെയാ റബ്ബേ രോഗം? ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഉടനെ അള്ളാഹു തിരിച്ചു ചോദിക്കും, നിന്റെ നാട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സഹോദര വിശ്വാസങ്ങൾക്കിടയിൽ, നിന്റെ ഉമ്മത്തിൽ ഏറെ ക്ലേശത അനുഭവിച്ച് ജീവിക്കുന്നവരെ നീ അറിഞ്ഞിരുന്നോ? അവരുടെ വേദന അറിയാനും അവരുടെ സങ്കടങ്ങൾ അറിയാനും ഒരല്പം നേരമെങ്കിലും നീ അവർക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നോ? ഇല്ലല്ലോ, ഞാനായിരുന്നു ആ രോഗി, എന്നെ നീ സന്ദർശിച്ചിട്ടില്ലല്ലോ എന്ന് അല്ലാഹു പറയുമ്പോ അബദ്ധം കൊണ്ട് കൈവരലുകൾ കടിക്കുന്ന ആളുകളെ പറ്റിയും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
അതുകൊണ്ടായിരുന്നു പ്രവാചകന്റെ സഹാബാക്കളങ്ങൾ നോക്കൂ, എങ്ങനെ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ അതിനെല്ലാ വഴിയും അവർ തിരഞ്ഞെടുത്തിരുന്നു എന്നാ. ഞാൻ പറയാറുണ്ട്, രണ്ടക്ഷരമേ CHE എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും വിറക് വെട്ടികളും അല്ലെങ്കിൽ ഏതോ കച്ചവട തൊഴിലാളികളുമായിരുന്ന ഒരു മുസ്ലിം ഉമ്മത്തിനെ, ഈ മുസ്ലിം സമൂഹത്തെ, ഈ സമുദായത്തെ നെഞ്ചും വിരിച്ച് സമൂഹത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻപിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത രണ്ടക്ഷരമാ CHE എന്ന അക്ഷരം. ആ അക്ഷരത്തിന്റെ പേര് കേൾക്കുമ്പോഴേക്കും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അലയൊലികൾ നമ്മളെ മനസ്സിലുയരുന്നുണ്ടെങ്കിൽ, ഒരായുസ് കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ആ ഒരു സമ്പാദ്യം, ആ സമ്പാദ്യമായിരിക്കണം നാളെ മണ്ണിന്റെ അടിയിലേക്ക് കടക്കുമ്പോ എനിക്കും നിങ്ങൾക്കും നാട്ടുകാര് നൽകേണ്ട സമ്പാദ്യം. സഹാബാക്കളോട് മദീനത്തെ മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹാബത്തെ, നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം? സഹാബാക്കൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയും, റസൂലേ, ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്തല്ലേ ഇഷ്ടം. എനിക്ക് തോട്ടമുണ്ട് നബിയെ, എനിക്ക് വാഹനമുണ്ട് നബിയെ, എനിക്ക് 2 ചുവന്ന ഒട്ടക കൂട്ടങ്ങളുണ്ട് നബിയെ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സ്വത്തുക്കൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിച്ച മക്കൾ കൊണ്ടുപോകാനുള്ളതല്ലേ, അത് ഞങ്ങൾക്ക് ഉപകാരപ്പെടൂലല്ലോ. മക്കൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ അത് മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ. മദീന മിമ്പറിൽ വെച്ച് കണ്ണുനീരോടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് കിട്ടുന്ന അനന്തര സ്വത്ത് എന്താണെന്നറിയോ? അത് നമ്മൾക്ക് നമ്മളെ വാപ്പാരേന്ന് കിട്ടിയ അനന്തര സ്വത്തല്ല. അനന്തര സ്വത്ത് നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിക്കണമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്, നാളെ നമ്മളെ മയ്യത്ത് മരിച്ചിട്ട്, അല്ലെങ്കിൽ ആ മരിച്ച മയ്യത്തിനെ മണ്ണ് കൊണ്ടുവെക്കുമ്പം അറിയാത്ത ഒരാളെങ്കിലും മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അത് എനിക്കും ഇങ്ങൾക്കും കബറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്താ. അത് എനിക്കും ഇങ്ങൾക്കും പടച്ചോണ്ടിരികിലേക്കുള്ള വലിയ ആശ്വാസ. ഞാൻ ഈ അടുത്ത ദിവസം കേട്ടിട്ടുണ്ട്, ഒരു CH പ്രവർത്തകൻ ഒരു കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ആരുമറിയാതെ ആ കുടുംബത്തെ സഹായിച്ചു. അപ്രതീക്ഷിതമായി ആ നാട്ടിലൊക്കെ വലിയ വാർത്ത, അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്നു, കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ സമയത്താണ് ആ നാട്ടിലേക്ക് വന്ന ഒരു മുച്ചക്ര വണ്ടിയിലുള്ള മനുഷ്യൻ ഈ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നത്. ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ആണോ അദ്ദേഹം? അല്ല. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ബേജാറായിട്ട് അയാൾക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? ഈ മുച്ചക്ര വണ്ടിക്കാരൻ തിരിച്ചു പറഞ്ഞത്, എൻ്റെ വീട്ടിലെ അടുപ്പ് പുകയുന്നത് ആ മനുഷ്യനെ കൊണ്ടാ. ലോകത്താരറിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മക്കളെയും കുടുംബത്തെയും ഭക്ഷണം കൊണ്ടും മരുന്നുകൊണ്ടും എന്നെ സഹായിക്കുന്ന ആ മനുഷ്യന്റെ ആയുസിന്റെ ബലം കൊണ്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നതെന്ന് പറയുമ്പോ, നാളെ മരിച്ച് മണ്ണിന്റെ അടി കിടന്നാലും അൽഹംദുലില്ലാ എന്ന്, അല്ലെങ്കിൽ റബ്ബേ ആ കബറൊന്ന് നന്നാക്കണേ റബ്ബേ എന്ന് ഒരാളെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അനന്തര സ്വത്താ. ഈ ലോകത്തുനിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യാണത്. ആ സമ്പത്ത് നേടാനാ സഹാബത്ത് പണിയെടുത്തതും. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ആരോ വന്ന് മദീനത്തെ പള്ളിയിൽ നിന്ന് ഉറക്കെ പറഞ്ഞു, മക്കയുടെ അതിരിൽ ഒരു സാധു വൃദ്ധ ഒറ്റക്ക് താമസിക്കുന്നുണ്ട്, കിടക്കുന്നിടത്താ മലവും വിസർജനമൊക്കെ. അത് കേട്ട സിദ്ദീഖുൽ അക്ബർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരുതി, നാളെ മുതൽ ആ പെണ്ണിനെ, ഉമ്മാനെ ഞാൻ സംരക്ഷിക്കും. പിറ്റേന്ന് നേരം വെളുത്ത് മദീനത്തെ പള്ളിയിൽ നിന്ന് സുബ്ഹി നിസ്കരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു വേഗം ആ സ്ഥലത്തേക്ക് എത്തി. ആ സ്ഥലത്ത് ചെന്നു നോക്കിയപ്പോൾ കാണുന്നത് എന്താ? കുളിച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് ആ വൃദ്ധ ഇങ്ങനെ കിടക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ ആരാ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത്? ആ വൃദ്ധ പറഞ്ഞു, എനിക്കറിയൂല മോനെ, ഏതോ ഒരു മനുഷ്യൻ കയറി വന്നു, എന്നെ മാറ്റിക്കിടത്തി, എൻ്റെ വിസർജ്യങ്ങൾ വാരി എന്നെ കുളിപ്പിച്ചു, എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു, എന്നിട്ട് എന്നോടൊരു സലാമും പറഞ്ഞ് അവൻ ഇറങ്ങി ഓടുന്നതും ഞാൻ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു കരുതി, ഇതാർക്കോ ഒരു ദിവസത്തേക്ക് തോന്നുന്നതാ, നാളെ നോക്കാം. പിറ്റേന്നും ആ വൃദ്ധ നല്ല ഭംഗിയിൽ തന്നെ. മൂന്നാമത്തെ ദിവസം അതാരാണെന്ന് അറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഈത്തപ്പനയുടെ മറവിൽ സുബഹിന്റെ മുൻപേ കാത്തിരുന്നു. സുബഹിക്ക് മുൻപേ കാത്തിരിക്കുന്ന സമയത്ത് മദീന പള്ളിയിൽ തഹജ്ജുദിന്റെ വാങ്ക് കേട്ടപ്പോ ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഇരുട്ടത്തൊരാളിറങ്ങി ഓടുന്നത് ഉമർ ബിൻ ഖത്താബ് കണ്ടു. ആ ഓടുന്ന മനുഷ്യൻ ഓടി വന്നത് ഈ വൃദ്ധയുടെ വീട്ടിന്റെ അരികിലേക്കാ. അകത്തേക്ക് കയറി ആ ഉമ്മാനെ മാറ്റിക്കടത്തി വിസർജ്യം വാരി ഭംഗിയായി കുളിപ്പിച്ച് ആ ഉമ്മാനെ വസ്ത്രം ധരിപ്പിച്ച് ആ ഉമ്മായോട് സലാം പറഞ്ഞ് തിരിച്ചോടുമ്പോ ഉമർ ബിൻ ഖത്താബ് പറയുന്നു, മദീനത്തെ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് മദീന പള്ളിയിലേക്ക് ഓടുന്ന ആ മനുഷ്യന്റെ മുഖം കണ്ട് ഞാൻ അമ്പരന്നു പോയി. അന്ന് മക്കയും മദീനയും ഭരിച്ചിരുന്ന ഖലീഫ
സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു ആ ഇരുട്ടത്ത് ആ ഉമ്മാനെ സംരക്ഷിച്ചോടിയിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യരെ. ആ സംരക്ഷണമാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ, ഈ സമുദായത്തിന്റെ പാവപ്പെട്ടവരുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് CH സെന്റർ. ആ CH സെന്ററിന്റെ ആനുകൂല്യങ്ങളും അതിൽ നിന്നും അനുഭവിക്കുന്ന സമാധാനവും ആയിരക്കണക്കിന് അശരണരായ ആളുകൾക്ക് ഏറെ സമാധാനവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിൽ അതിനെ ചലിപ്പിക്കുക, അതിനെ നിലനിർത്തുക, നാളെ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമായി, അതെന്നും ഒരു പ്രകാശ ഗോപുരമായി ഈ സമൂഹത്തിന്റെ മുൻപിൽ നെഞ്ചും വിരിച്ച് നിൽക്കുക എന്നുള്ളത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാ. കാരണം ഇതാളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതാളുകളുടെ പണങ്ങൾ മോഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും കള്ളക്കണക്കുകൾ ഉണ്ടാക്കി പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്നും കാലിയാകുന്ന കാശിന്റെ പേരിൽ ന്യായീകരിച്ചുകൊണ്ട് ഏതെങ്കിലും മീഡിയകൾക്ക് മുൻപിൽ വായിട്ടലയ്ക്കാൻ വേണ്ടിയിട്ടല്ല, അവനവന്റെ കിടപ്പാടങ്ങളും കെട്ടിടങ്ങളും അവനവന്റെ ബിൽഡിങ്ങുകളും വലുതാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ചിന്നമാ നുതഇമുക്കും ലിവജ്ഹില്ല, ഇതെന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, എന്റെ റബ്ബിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന ഈ സൗദം എന്റെ കാലശേഷവും നിലനിൽക്കണം എന്ന നിയ്യത്തോടെ പ്രവർത്തിക്കാനും പണിയെടുക്കാനും അള്ളാഹുവിന്റെ കൽപ്പന, ഓരോ നന്മയിലും മുന്നേറാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ചും ശരീരം ഉപയോഗിച്ചും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം. കാരണം നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ പറ്റുക പള്ളിയുടെ മിനാരങ്ങൾക്ക് താഴെയല്ല, മുസല്ലയുടെ ഉള്ളുകൾക്ക് മാത്രമല്ല, കഅബാലയത്തിങ്കൽ മാത്രമല്ല, ഏയാനാകാശത്തിന്റെ ഉപരിലോകത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ മാത്രമല്ല നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ സാധിക്കുക. റബ്ബിനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പരീക്ഷണങ്ങളിൽ ഇടറി ജീവിക്കുന്ന ഓരോ പരീക്ഷണക്കാരന്റെയും ഇടയിൽ നാഥന്റെ കാത്തിരിപ്പുണ്ട്. ആ പരീക്ഷിക്കപ്പെടുന്നവരെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ, ആ പട്ടിണി കിടക്കുന്നവനെ അവര് സംരക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ, അങ്ങനെ സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ അള്ളാഹു കാത്തിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ 5 വക്ത് നിസ്കരിച്ചാൽ മാത്രം പോരാ, നെറ്റിത്തടത്തിലെ നിസ്കാരത്തയമ്പ് പോരാ, ഉടുക്കുന്ന പർദ്ദകളും മഫ്തകളും പോരാ, ഓതി തീർക്കുന്ന ഖുർആൻ പോരാ, ചെയ്തു കൂട്ടുന്ന ഉംറയും ഹജ്ജും പോരാ. മറിച്ച് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ, എന്റെ റബ്ബനോട് കാരുണ്യം കാണിക്കാൻ എന്റെ റബ്ബനെ പഠിപ്പിച്ച, തീർച്ചയായും പരലോകത്ത് വലിയ തണലാക്കി റബ്ബ് തരുന്ന അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സൽക്കർമ്മങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങിയേ മതിയാകൂ. കാരണം ഓരോ കണ്ണുനീരിനും 2 സ്വഭാവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിനു പോലും 2 സ്വഭാവങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വഭാവം, മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലേക്ക് കയറി ചെന്ന് നോക്കുക, പരിശോധിച്ച ഡോക്ടർമാര് എഴുതി കൊടുക്കുന്ന കുറിപ്പുമായി നെഞ്ചു പൊട്ടിക്കരയുന്ന ആയിരങ്ങൾ ഇപ്പോഴും ഓരോ വരാന്തലകളിലുമുണ്ട്. ആ കണ്ണീരും സങ്കടങ്ങളുമായി എന്ത് ചെയ്യണമെന്ന വെപ്രാളത്തിൽ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി കണ്ണുനീർ ചാലുകൾ ചോരത്തുള്ളികളായി ഒഴുകി വരുമ്പോ ജാതിമതഭേദമന്യേ ആരോ പറഞ്ഞു കൊടുക്കുന്നു, നേരെ മറുഭാഗത്ത് CH എന്ന സെന്റർ ഉണ്ട്, അവിടെ ചെന്ന് നോക്കൂ, എന്തെങ്കിലും ആശ്വാസം കിട്ടും, അല്ലെങ്കിൽ വയറ് നിറയാനുള്ള ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ ടിഫിൻ പാത്രത്തിൽ കോരിക്കൊണ്ടുപോകാനുള്ള കഞ്ഞിയെങ്കിലും കിട്ടും. പ്രതീക്ഷയോടെ ആശയോടെ ആ നിമിഷം വരെ കണ്ണുനീരിന് ഉപ്പ് മാത്രം കണ്ടിരുന്ന ആ മനുഷ്യൻ തന്റെ കയ്യിലുള്ള പൊതികളുമായി അല്ലെങ്കിൽ കൈകളിലുള്ള കാര്യങ്ങളുമായി CH സെന്ററിലേക്ക് കയറി വരുന്നു, സ്വീകരിച്ചിരുത്തുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അവന്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധ്യമാകുന്നത് ചെയ്തു കൊടുക്കുന്നു. ആ സാധ്യമാകുന്നത് ഒരു മരുന്നിന്റെ പെട്ടിയാണെങ്കിൽ CHന്റെ വരാന്തകളിൽ ആ പെട്ടിയും പിടിച്ച് കണ്ണ് നിറഞ്ഞു നിൽക്കുന്നവന്റെ കണ്ണുനീരിന് ഉപ്പിന്റെ രസമല്ല, അത് കാരുണ്യത്തിന്റെ രസമാ, അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും രസമാ. ജാതി നോക്കാതെ, മതം നോക്കാതെ, പരസ്പരം കൊന്നു കൊലവിളിക്കാൻ വേണ്ടി രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാക്കി തമ്മിൽ വാളോന്നുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നിറമോ ജാതിയോ കുലമോ മണമോ പണമോ നോക്കാതെ ചേർത്ത് പിടിക്കുന്നവന്റെ കണ്ണുനീരിന് സ്നേഹത്തിന്റെ അളവുണ്ട്. കണ്ണുനീരിന് പോലും അർത്ഥമുണ്ടാക്കുന്ന വാക്കാണ് CH സെന്റർ എന്ന വാക്ക്. അതുകൊണ്ട് തന്നെ ആ CH സെന്റർ നിലനിന്നേ മതിയാകൂ. വരാനിരിക്കുന്ന പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ചിന്തകളിൽ ആ CH സെന്റർ ഉണ്ടാകണം. സ്വതക്കകളിൽ, ദാനധർമ്മങ്ങളിൽ, പരസ്പരം ആളുകളോട് പരിചയപ്പെടുത്തുന്നതിൽ ആളുകൾ പരിഹസിക്കട്ടെ. ഞാനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഒരാളെ നേരെ
CH ഒരു ലെക്കോട്ട് നീട്ടിക്കൊടുക്കുമ്പോ ഒരറപ്പും വിചാരിക്കേണ്ടതില്ല. പിശുക്കനാവട്ടെ, മറ്റേതെങ്കിലും വിഭാഗമാകട്ടെ. കാരണം അതൊന്നും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല, എനിക്കും നിങ്ങൾക്കും അടുപ്പ് പകയ്ക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹജീവി സ്നേഹത്തിനു വേണ്ടി ലെക്കോട്ട് കൊടുക്കുമ്പം പരിഹസിക്കുന്നവന്റെ മുഖത്തു നോക്കി ആർജവത്തോടെ പറയാൻ പറ്റണം, ഇത് എന്റെ മരണാനന്തര ലോകത്തേക്കും എന്റെ ദൈവം എന്നെ പഠിപ്പിച്ച സഹജീവി സ്നേഹത്തിനുമാണെന്ന്. ആ നെഞ്ചുറപ്പോടുകൂടി നമുക്കത് കൊടുക്കാനും നമുക്കത് സംഘടിക്കാനും നമുക്കത് ചേർന്ന് നിന്ന് സമ്പാദ്യമായി CH സഹായിക്കാനും സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ആ പേര് പറഞ്ഞിട്ടാണ് പിരിക്കുന്നതെങ്കിൽ പലപ്പോഴും ഇന്ന് മുസ്ലിം സമൂഹത്തിലുള്ള ഒരു ധാരണ, ഒരാളെ പറഞ്ഞ് ഫണ്ട് പിരിച്ചാൽ പിന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന. ലോകത്തെ ഉലമാക്കൾ, ലോകത്തെ സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തി, നിങ്ങളൊരാളോട് ഒരു വിഷയം പറയുമ്പോൾ ആ സ്ഥാപനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, ആ പ്രതീക്ഷയിലാണ് അവർ പണം നൽകുന്നതെങ്കിൽ നിങ്ങളത് അവർക്ക് വേണ്ടി തന്നെ ചെലവാക്കണം. കാരണം ഒരു പക്ഷേ മഹല്ലുകളിൽ 100 150 കുടുംബങ്ങളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകൂ. CH സെന്ററിനെ കാത്തിരിക്കുന്നത് മലബാറും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാസർഗോഡ് മുതൽ വയനാട് മുതൽ തമിഴ്നാട് മുതൽ അതോടൊപ്പം കേരളത്തിന്റെ നിരവധി ജില്ലകളിൽ നിന്നും കേരളത്തിന്റെ പുറത്തുള്ളവരിൽ നിന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾ, ആയിരക്കണക്കിന് മഹല്ലുകൾ CH സെന്ററിനെ കാത്തിരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് കോഴിക്കോടുള്ള CH സെന്ററിനെ, ആ സെന്ററിന് വേണ്ടി നമ്മൾ പണം പിരിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ കൃത്യമായ കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുറപ്പ് വരുത്തലും നമ്മളെ മരണം എളുപ്പമാകാനുള്ള ഒരു സഹായമാകും. കാരണം ഇത് പലരും വകമാറ്റി ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിൽ എന്റെ വാക്കിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. അറിവില്ലായ്മ കൊണ്ടാവാം. എന്നാലും ഒരു പേര് പറഞ്ഞ് കോഴിക്കോട് CH സെന്ററിന് എന്ന് പറയുമ്പം ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്, ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ വന്നു നിന്നവന് ഈ പേര് മറക്കാൻ സാധ്യമല്ല. അത് കുടുംബക്കാർക്ക് വേണ്ടി വന്നു നിന്നവനാണെങ്കിലും ഒരു രാത്രിയെങ്കിലും ആ ഒരു ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് വരാന്തയിൽ നിന്നവന് ആ മെഡിക്കൽ കോളേജിൽ CH സെന്റർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഡയാലിസിസുകളായിട്ട്, ഭക്ഷണങ്ങളായിട്ട്, മരുന്നുകളായിട്ട്, ചേർത്ത് നിർത്തലും ചേർത്ത് പിടിക്കലുകളുമായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ കോഴിക്കോട് CH സെന്റർ ഉണ്ട്. കണ്ണുനീരിന് സ്നേഹത്തിന്റെ അളവുണ്ടാക്കി കൊടുക്കുന്നവർ, കണ്ണുനീരിന് മനുഷ്യന്റെ അഭിമാനത്തിന്റെ വിലയുണ്ടാക്കി കൊടുക്കുന്നവർ, ആ തിരിച്ചറിവോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി ഫണ്ട് എടുക്കുന്നവരും അതവിടെ എത്തിയിട്ടുണ്ടെന്നും ആ നിലക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ടെന്നും ഉറപ്പ് വരുത്തുക എന്നുള്ളതും വിശ്വാസത്തിന്റെയും അതോടൊപ്പം ജാഗ്രതയുടെയും ഭാഗമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം പ്രാർത്ഥനയിലുണ്ടാകണം. 1000 രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതം ഇതിന്റെ ഉപഭോക്താക്കളാവണമെന്ന് റബ്ബ് തീരുമാനിച്ച നാളെ നേരം വെളുക്കുമ്പോഴേക്ക് തന്നെ നമ്മളും CH സെന്ററിന്റെ ഉപഭോക്താക്കളായി മാറും. നേരം വെളുക്കുമ്പം ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തിന്റെ കൂടെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന. ആശുപത്രിയിലേക്ക് പരിശോധിച്ച സാധാരണ ഡോക്ടർ വേഗം തന്നെ കുറിപ്പെഴുതി പറയുന്നു, നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിച്ചോളൂ. മെഡിക്കൽ കോളേജിൽ വന്ന് ടെസ്റ്റ് ചെയ്തവനോട് വീണ്ടും ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നു, പേടിക്കാനൊന്നുമില്ല, ഞാനൊരു 4-5 ബ്ലഡ് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്, ബേജാറാവൊന്നും വേണ്ട, ഒരു സംശയം ഒന്ന് നോക്കട്ടെ, ഇത് മതി നിങ്ങളെയും ജീവിതത്തിന്റെ സർവ്വ സന്തോഷവും അവസാനിക്കാൻ. റിസൾട്ട് കയ്യിൽ കിട്ടുന്നത് വരെ കണ്ണുനീരോടുകൂടി ഹൃദയം നുറുങ്ങി നമ്മൾ സങ്കടപ്പെടാൻ. അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് ഉപകാരപ്പെടാതിരുന്നാലും നാളെ മറ്റൊരാൾക്ക് ഒരിക്കലും കണ്ണു നിറയുന്നൊരവസ്ഥ എൻ്റെ പ്രദേശത്തുണ്ടാവരുത് എന്ന ചിന്തയോടെ അല്ലാഹുവേ അത് നിലനിർത്താൻ, അല്ലാഹുവേ അത് വിജയത്തോടെ മുൻപോട്ട് പോകാൻ, അല്ലാഹുവേ സർവരുടെയും സഹായം കൊണ്ട് ഒരു വിളക്കുമടമായി അത് പ്രകാശിച്ചു നിൽക്കാൻ നീ അനുഗ്രഹിക്കണമേ റബ്ബേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം കോഴിക്കോട് CH സെന്റർ പലരുടെയും ആശ്രയമാ, 1000 മനസ്സുകളുടെ പ്രതീക്ഷയാ, 1000 കുടുംബങ്ങളെ ആത്മഹത്യകളിൽ നിന്ന് പോലും പ്രതിരോധിച്ച് നിർത്തുന്ന പേരാണ് കോഴിക്കോട് CH സെന്റർ. ഇന്ന് പലരും ചികിത്സയുടെ പേരിൽ കിടപ്പാടങ്ങൾ പണയപ്പെടുത്തി അവസാനം തിരിച്ചു പോകാൻ കൂരയില്ലാതെ, കുടുംബമില്ലാതെ, സർവ്വതും നശിച്ച് വാടക വീട്ടിൽ അന്തിയുറങ്ങുന്നുണ്ടെങ്കിൽ, പലരും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, മരുന്നായും സഹായമായും ഈ സൗദമുള്ള കാലത്തോളം, ഈ പേരുള്ള കാലത്തോളം
ഒരു കുടുംബവും സങ്കടപ്പെടരുത് എന്ന നിയ്യത്തോടുകൂടി നിങ്ങൾ സഹായിക്കണം. പരിശുദ്ധ റമദാനിന്റെ 2ാമത്തെ വെള്ളിയാഴ്ചകളിൽ CH സെന്ററിന് നടക്കുന്ന കലക്ഷനിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എൻ്റെ കയ്യിലുള്ളൊരു ബക്കറ്റ് എൻ്റെ സ്വർഗത്തിന്റെ താക്കോലാവണം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ഓരോ വരാന്തകളിൽ നിന്നും ആ ഒരു സങ്കടത്തിന്റെ വീർപ്പുമുട്ടലുമായി കണ്ണുനീരോടെ ജീവിക്കുന്നവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും കണ്ണുനീരും ആ സമാധാനത്തിന്റെയും രാവുകളാക്കാൻ എൻ്റെ ബക്കറ്റിന് സാധിക്കും, എൻ്റെ ലൊക്കോട്ടിന് സാധിക്കും, എൻ്റെ മിനിറ്റുകൾക്ക് സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ലോകത്തൊരാൾക്കും ഈ ഒരു സന്തോഷത്തെ, ഈ ഒരു മഹാപ്രസ്ഥാനത്തെ, ഈ ഒരു വിജയത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. ആ ഒരു പ്രസ്ഥാനത്തിന്റെ വിജയത്തിനു വേണ്ടി CH സെന്റർ കോഴിക്കോടിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങളിലേക്ക് ഇനിയും മുന്നേറാൻ വേണ്ടി ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പണിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇതിനേക്കാൾ മനോഹരമായ റബ്ബേ നിന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഇതിന്റെ പ്രതിഫലം നൽകി ഇതിന്റെ ഏറ്റവും നല്ല പ്രതിഫലത്തോടുകൂടി നീ ഞങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ. നാഥ, അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന്, വേദനാജനകമായ നിന്റെ രോഗം മൂലമുള്ള പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ നാടിനെയും കുടുംബത്തെയും ഞങ്ങളെയും നീ കാത്തിരക്ഷിക്കുകയും ചെയ്യണമേ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി ഇനിയും ഒരുപാട് മനസ്സുകളിലേക്ക് തണലായും സമാധാനമായും CH സെന്റർ കോഴിക്കോടിന് വളരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.